പി രാജീവ് എൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധാരണക്കാരനാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി അല്ല എൻ്റെ ശൈലി. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഗവൺമെൻറ് ലീഡർമാരുടെ എണ്ണം കൂട്ടിയെന്നാണ്. 17/7/2017 ഒന്നാം പിണറായി സർക്കാർ 5 സ്പെഷ്യൽ ജി പിമാരെയും 5 ജി പിമാരെയും നിയമിച്ചു. അന്ന് AK ബാലനാണ് നിയമമന്ത്രി, കൂടുതലായി നിയമിച്ചു. ഇനി ഈ ആക്ഷേപം ഉന്നയിച്ച ഈ മന്ത്രി നിയമമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 3 സ്പെഷ്യൽ ജി പിമാരെയും 3 ജി പിമാരെയും നിയമിച്ചു. 6 പേരെ. അപ്പോൾ എത്ര പേരായി? 5 × 5 = 10 × 6 = 16 പേരെ പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ഇതേ നിയമമന്ത്രി നിലവിലുള്ള ജി പിമാരുടെ എണ്ണം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് പുതിയ ഗവൺമെൻറ് ജി പിമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് പരിഹസിക്കുന്നവരെക്കുറിച്ച് ഞാൻ എന്തു പറയും? എന്താ പറയേണ്ടത്? ഇതിൻ്റെ അകത്തെ പ്രശ്നം, ഞങ്ങൾക്ക് 23 പേരുടെ ഒരു നടപടിക്രമവും ഇല്ലാതെയാണ് ഇവർ ചെയ്തത്. ഞങ്ങളതല്ല, AGയുടെ ഭാഗത്തു നിന്നും DGPയുടെ ഭാഗത്തു നിന്നുള്ള പ്രപ്പോസൽ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് കൂടുകയാണ്. കേരളത്തിലെ ഹൈക്കോടതിയിലെ പെറ്റീഷൻസ് 37,000 പെറ്റീഷൻസാണ് അവിടെ എണ്ണം വർദ്ധിച്ച് മറ്റ് ഹൈക്കോടതികളിലേക്കാൾ എണ്ണം കൂടുകയാണ്. കോടതി മുറികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് 23 പേരുടെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ വന്നു. നമ്മളത് 23 സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങൾ കാരണം അത് 12 പേരാക്കി ചുരുക്കിയിട്ടാണ് നമ്മൾ അത് കൊടുത്തത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നേരത്തെ ചെയ്ത ആളുകൾ ഇപ്പോൾ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ വിമർശിക്കുന്നത്, ഇവരുടെയൊക്കെ വിമർശനത്തിൻ്റെ അടിത്തറ എന്താണ്? ആർക്കാ ചികിത്സാ സഹായം? അതൊക്കെ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് നേരത്തെ നിലവിലുള്ള ഒരു ഫോമിൽ വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത്, ചികിത്സിക്കുന്ന ഡോക്ടർ സൈൻ ചെയ്ത്, പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വന്നാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ചിലത് എല്ലാം ഓൺലൈനിലായിരുന്നു. ചില കേസ് അർജൻറ്റായിട്ട് ചെയ്യേണ്ടി വരും. ഓൺലൈനിൽ ഒരു അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ 1 കൊല്ലമൊക്കെ പിടിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. ചില കേസ് അർജൻറ്റായിട്ടുള്ള സർജറി നടത്തേണ്ട കേസ്, ട്രാൻസ്പ്ലാന്റ് നടത്തേണ്ട കേസ്, അങ്ങനെയാണ്. പേപ്പറിൽ മറ്റേ പണ്ട് ഏതോ സർക്കാരിലൊരു മന്ത്രി മറ്റേ സിഗരറ്റിൻ്റെ കൂടിൽ എഴുതി കൊടുത്ത പോലെ ഒന്നും ഞാൻ ചെയ്യില്ല. അത് തെറ്റായ അപേക്ഷ. ക്യാബിനറ്റിൽ വന്നിട്ടില്ല, അടുത്ത ആഴ്ചത്തെ ക്യാബിനറ്റിൽ വരും. അതല്ല, മിക്കവാറും സ്റ്റാഫെല്ലാം ആയി, വല്ല 1-2 സ്ഥലത്തൊക്കെ ആയിരിക്കുള്ളൂ. അത് പരിശോധിച്ച് ചെയ്യും. അല്ല, നിങ്ങൾ തന്നെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? SIT റിപ്പോർട്ടിനെ സംബന്ധിച്ച ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. DGPയുടെ മുമ്പിലല്ലേ എത്തിയിട്ടില്ല. DGPയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്? മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്? അവിടുന്ന് റിപ്പോർട്ട് വരണം. നിങ്ങൾക്ക് പല ആളുകൾക്കും പല ധൃതി ഉണ്ടാവും, പല കാരണങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ മുമ്പിൽ SIT രൂപീകരിച്ച് SIT അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോം മിനിസ്റ്റർക്ക്, മുഖ്യമന്ത്രിക്കല്ല, അവർ DGPക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. DGP അത് പരിശോധിച്ച് അതിൻ്റെ പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കും. അപ്പോൾ നമ്മൾ നടപടിയെടുക്കും. ഇതൊക്കെ ഓരോ വാർത്തകളാണ്, ഓരോ ദിവസത്തെ രാവിലത്തെ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ്. എന്ത് പ്രസക്തിയാണ് ആ വാർത്തയ്ക്കുള്ളത്? അത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുമല്ലേ?
നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡായിട്ട് നിങ്ങൾ എഴുതുന്ന സാധനത്തിന് ഞാനെന്തിനാ മറുപടി പറയണേ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. SIT അന്വേഷിക്കുന്ന കാര്യത്തിൽ SITയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്ക് ഇപ്പം തന്നെ നടപടി എടുക്കണം, കാരണം ഏഷ്യാനെറ്റിൽ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? അയാൾ കോടതി പോവും. അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ ആൾ കോടതി പോവും. ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞത് അജിത ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതിൽ ഞാൻ പറയും എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലെ വാർത്ത കണ്ടിട്ട് SIT ഉദ്യോഗസ്ഥനോട് വിളിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചോദിക്കാൻ പറ്റുമോ? ദർ ഈസ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ നടപടി എടുക്കുകയോ നടപടി എടുക്കാതിരിക്കുകയോ രണ്ട് ചെയ്താലും ഇപ്പോഴുള്ള കാലത്ത് ആളുകൾ കോടതി പോകുമ്പോൾ നിങ്ങൾ വിമർശിക്കും, നടപടിക്രമം പൂർത്തിയാക്കാതെ നടപടി എടുത്തു, ആൾ കോടതിയിൽ പോയി സ്റ്റേ ചെയ്തെന്ന് ഇതേ റിപ്പോർട്ട് ചെയ്ത ആളുകൾ വേറെ വാർത്ത കൊടുക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവം, സർക്കാർ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെ നടപടിയെടുത്തു, അപ്പോഴും ഒരു വാർത്ത കൊടുക്കുക. ഇതൊക്കെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള വാർത്തകളാണ്. ഗവൺമെൻറ്റിനെ ഉണ്ടല്ലേ, ഞാൻ ഒരു കാര്യത്തിലും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങ് എപ്പോഴും കയറി ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ, ദേശാഭിമാനിയാണെന്ന് ഓർത്ത്. ഞാൻ പറഞ്ഞത് ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റി ഉണ്ട് ഇല്ലേ ഏത് സർക്കാരിനും. ആ പ്രൊസീജിയർ ഫോർമാലിറ്റി പൂർത്തിയാക്കാതെ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളിത് അറിയാത്ത റിപ്പോർട്ടർമാരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിത് കണ്ട് ഞാൻ പറഞ്ഞല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നി. ഇപ്പം ഞാൻ ആസ്വദിക്കുകയാണ് ഈ വാർത്തകൾ കണ്ടിട്ട്. ഇതുപോലത്തെ വാർത്തകൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറ. ഞാനിപ്പോൾ അങ്ങോട്ടും ചോദ്യം ചോദിക്കാൻ പോവാം. ചെയ്യാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? ആ SIT അല്ലല്ലോ ഇത്, അത് ഹൈക്കോടതി വെച്ച SIT അല്ലേ. അത് ഇതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ ഈ ചോദ്യത്തിന്? അത് ഹൈക്കോടതി വെച്ച SIT ആണ്. ഇത് ഗവൺമെൻറ് ക്യാബിനറ്റ് യോഗം ചേർന്ന് തീരുമാനിച്ച് നടപടിയെടുത്ത് അവിടെ വച്ചിരിക്കുന്നതാണ്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടട്ടെ. അങ്ങ് പറഞ്ഞ ചോദ്യവും ഈ സംഭവമായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ല, അങ്ങ് പറഞ്ഞ കാര്യവും ഈ സംഭവമായിട്ട് അല്ല പ്ലീസ് ഞാൻ പറയട്ടെ, വല്ല ബന്ധമുണ്ടോ? വേറെ ആളെ ചോദിക്കും. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, ദേശാഭിമാനി എഴുതിയ വാർത്ത എന്താണ്? എന്നെ കൊണ്ട് ഒന്നും കൂടി പറയിപ്പിക്കണമല്ലോ. അല്ല, നിങ്ങൾ പറയാം. അതല്ലേ ചോദിച്ചത്, അതേ ചോദ്യമല്ലേ ഇപ്പം ചോദിച്ചത്, വീണ്ടും അത് തന്നെ ചോദിക്കുകയാണോ? ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? MSC വരുന്നു വിദേശ നിക്ഷേപവുമായി. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം. എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ് ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്ന ഇടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേൾക്ക്. എന്നിട്ട് 13,000 കോടി രൂപ വരുന്നു. ഈ MSCയുടെ നിക്ഷേപം പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്ന് വാർത്ത കൊടുത്തിട്ട് അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSC വരുന്നതെന്ന് പറഞ്ഞതാണ്. വേറൊരു പഴയ മന്ത്രി പറയുന്നത് കേട്ടു, ഞാൻ ഹിന്ദു കയറി ഇറങ്ങിയാണ് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ വന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു. അതിൽ 2 പേര് എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോൾ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നതാണ്. നിവേദനം നൽകി. ഇന്നലെ നമുക്ക് ഗവൺമെൻറ്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന NGO യൂണിയൻ നേതാക്കൾ, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കൾ, അധ്യാപക സംഘടന CPMൻ്റെ KSTയുടെ നേതാക്കൾ കാണാൻ വന്നു. ഞാൻ ഇവരെ ഇരുത്തിയ അതേ കസേരയിൽ തന്നെ അവരെയും ഇരുത്തി അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്. പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് എൻ്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ
വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ നൂറുകണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ നേരത്തെ പറഞ്ഞു, അവർ വന്ന നിവേദനം അവർ തന്നു, അവരുമായി സംസാരിച്ചു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അവർക്ക് ഒരു അനുമതി നിഷേധിച്ചാലാണ് അത് വാർത്ത, അല്ലേ? അനുമതി നിഷേധിച്ചാലാണ് വാർത്ത. Stated that the Congress in Kerala is acting like Manuvadis and peddling soft Hindutva. This comes from close to the heels when you have visited Mookambika temple twice, and this allegation has come from Delhi. How can he say that? When I am going for Mookambika temple, it is my personal right. I have a constitutional right to believe in the God. How can he say that that is soft Hindutva? I have been going to Mookambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mookambika. I am a devotee of Kollur Mookambika. I am very happy to say that. For the last 37 years I have been visiting there for darshan. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്ന മോശമല്ലേ? ഇവരെ ഏത് ലോകത്തേക്കാണ് പോകുന്നത്? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരില്ല, ഇതിവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാനൊരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇതൊക്കെ ഇവർക്കൊന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്കറിയാം. നിയമനങ്ങളിൽ വലിയ പരാതി പാർട്ടിക്കുള്ളിൽ നിന്നും പോഷക സംഘങ്ങൾ ഉയരുന്നുണ്ട്. ഒരു ഗവൺമെന്റ് പീഡന നിയമനം കേസിന്റെ പരാതി വന്നിട്ടുണ്ട്. അതുപോലെ ചിലയിടത്ത് ആർഎസ് ബന്ധമുള്ള ആളുകൾ നിയമിക്കുന്ന പരാതിയുണ്ട്, CPM ബന്ധമുള്ള ആളുകൾ നിയമിക്കുന്ന പരാതിയുണ്ട്. എന്താണ് ഈ നിയമനങ്ങളിൽ? അല്ല, ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2 ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ വന്ന ആരോപണം, ഒന്നൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു, മറ്റൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP ആയിരുന്നു എന്നുള്ള ആരോപണം. നിങ്ങൾ പല മാധ്യമങ്ങളും അത് കൊടുത്തത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്സിലെ അഭിഭാഷക വിഭാഗം ഈ പരാതി പറയുന്നു എന്നാണ്. അല്ല, അവരാണ് പരാതിപ്പെട്ടത് എന്നാണ് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നത്. എന്നോടാരും പരാതി പറഞ്ഞിട്ടില്ല. ഇവർ പരാതിപ്പെട്ടു എന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട 2 പേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്ത 2 പേരെ ആക്കണമെന്ന് പറയും. ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് അവരുടെ 2 പേരുടെയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഈ വിവാദമായ 2 പേരുടെയും പേര്. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങളവരെ പരിശോധിച്ചത്. ലിസ്റ്റിൽ തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ്. 2 പേരും മെമ്പർമാരാണ്. 2 പേരും വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ലോയേഴ്സാണ്. അത് AGയോടുകൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഗവൺമെൻറ് ലീഡർമാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിൻ്റെ അടിയിൽ ഒപ്പിടാനല്ലല്ലോ നമ്മളിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ. അപ്പോൾ അവരൊക്കെ പറയുന്ന നിർദ്ദേശിക്കുന്ന ആളുകളൊക്കെ തന്നെ വരും. ഈ 2 പേരും ഈ വിവാദത്തിൽപ്പെട്ട 2 പേരും. അപ്പോൾ ഈ വിവാദം ഒരാഴ്ചയായിട്ട് ഞാനും ആസ്വദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ല, കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ഈ ബുധനാഴ്ച വരെ ഞാനും ആസ്വദിക്കുകയാണ്. ഈ 2 പേര് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയും 2 പേര് ഈ 2 പേരുടെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ട്. 2 പേരും. TAL പക്ഷേ ഈ അദാനി സെബിയിൽ കൊടുത്ത ആപ്ലിക്കേഷനിൽ മുംബൈ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഇത്, ടില്ലിന്റെ സബ്സിഡിയറി കമ്പനിക്കാണ് ഈ ഷെയർ കൊടുത്തത്. ഈ ടില്ലിന്റെ ഷെയറുകൾ ആൾറെഡി ഒരു അമേരിക്കൻ കമ്പനി 20% അവരുടെ കയ്യിലാണ്. അപ്പോൾ തന്ത്രപ്രധാനമായ
അല്ല, അതെല്ലാം എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയല്ല. എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. തന്ത്രപ്രധാനമായ കാര്യങ്ങളും സെക്യൂരിറ്റി കാര്യങ്ങളും പരിശോധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗാണ് അത് പരിശോധിക്കേണ്ടത്. നമ്മൾ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് കൺസെഷൻ എഗ്രിമെൻറ്റ് വായിക്കാതെയാണ് ആരോപണം ഉന്നയിച്ചത്. അല്ല, പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ എന്താ എത്ര ചോദ്യം ചോദിച്ചു? എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവിടെ കുത്തക വരും. ആരുടെ? MSCയുടെ കുത്തക വരും. അവിടെ കുത്തക വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. 5(8) ഉണ്ട്. ഇവിടെ കോമൺ യൂസർ ഫെസിലിറ്റി വേണം, മോണോപ്പൊളി പാടില്ല എന്നാണ്. കോമൺ യൂസർ ഫെസിലിറ്റി വേണം. നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് വിഘാതം എന്തെങ്കിലും ഉണ്ടോ, നമ്മളിതിന് അനുമതി കൊടുത്താൽ ഒന്ന് പരിശോധിച്ച് കൃത്യമായി പരിശോധിച്ചിട്ടേ തീരുമാനം എടുക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എടുക്കാൻ പോണ തീരുമാനം ഇതായിരിക്കും, ഞങ്ങൾ ഇങ്ങനെയായിരിക്കും എടുക്കാൻ പോകണമെന്നൊക്കെ നിങ്ങൾ ഊഹത്തിൽ വാർത്ത കൊടുത്തു. അതാണ് അജിത് കുമാറിൻ്റെ കേസിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, മനസ്സിലായ? നിങ്ങൾ റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഇക്കാര്യത്തിലെല്ലാം തീരുമാനം ഞങ്ങളല്ലേ തീരുമാനം. ഞങ്ങളെല്ലാം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ശരിയാണെങ്കിലും പറയുമല്ലോ നിങ്ങൾ തെറ്റാണെന്ന്. അതൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ അവകാശം. തീരുമാനം ഇതാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്, ഇങ്ങനെ തീരുമാനം എടുക്കാം സർക്കാർ പോവുകയാണെന്നൊന്നും നിങ്ങൾ പറയല്ലേ. അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് താ ദയവ് ചെയ്ത്. ഇല്ല, അതൊക്കെ അവർക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ കൃത്യമായ മറുപടി കിട്ടുന്നുണ്ടല്ലോ. വിഴിഞ്ഞത്തെ MDയെ മാറ്റിയത് എന്തിന്? മാറ്റിയതുകൊണ്ടൊരു കുഴപ്പമില്ലെന്ന് ഏറ്റവും സീനിയറായിട്ടുള്ള CPM നേതാക്കന്മാർ പറഞ്ഞില്ലേ? വിഴിഞ്ഞത്തിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് സീനിയർ CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ? ഇപ്പം എന്താ അവസാനം പഴയ നിയമമന്ത്രി പറഞ്ഞത് ഓഹരി കൈമാറുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. പിന്നെന്താ കുഴപ്പം? ഇപ്പം മാറ്റി. പക്ഷെ അതിനൊന്നും നിങ്ങൾ യൂ ടേൺ എന്ന് പറഞ്ഞില്ല.